ഹലോ, ഇലിമ്പിക്ക കൊണ്ടുള്ള ഒരു അടിപൊളി വെള്ളയച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടി ഇതാ ഇലിമ്പിക്ക ഇങ്ങനെ നീളത്തിലരിഞ്ഞ് ഒരു 2-3 ദിവസം ഉപ്പും കുറച്ച് പച്ചമുളകും ഒക്കെ ചേർത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഉലുവ ഒന്ന് മൂപ്പിച്ചെടുത്തു. ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒന്ന് പച്ചച്ചവ മാറ്റിയെടുക്കുക. ഇതിനകത്ത് മുളക് പൊടി സാധനങ്ങളൊന്നും ഇടണില്ല, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലിമ്പിക്കയെല്ലാം പാനിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കായം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തണുത്ത ശേഷം ജാറിലേക്ക് മാറ്റി അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലിമ്പിക്ക വെള്ളയച്ചാർ റെഡി ആയിട്ടുണ്ട്. ഓൾറെഡി ഉപ്പ് തിരുമ്മി വെച്ചതുകൊണ്ട് തന്നെ വേണമെങ്കിൽ മാത്രം പിന്നെ അഡീഷണൽ ആയിട്ട് ഉപ്പ് ചേർത്താൽ മതിയേ.